എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കേരളത്തിലെ മാധ്യമങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഒക്ടോബർ നവംബർ മാസം കേരളത്തിലേക്ക് ലോകാരാധ്യനായിട്ടുള്ള മെസ്സി, സാക്ഷാൽ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിലേക്ക് എത്തിയതിനു ശേഷം കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തിന് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഒപ്പം 1 കോടി ആളുകളെ വെച്ചുകൊണ്ട് വലിയ ഫാൻസ് മീറ്റ് സംഘടിപ്പിക്കും. പലതരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളല്ല മെസ്സിയെ കൊണ്ടുവരുന്നത്, ഈ പറയുന്ന പോലെ സ്പോൺസറാണ് എന്നാണ് പറഞ്ഞത്. ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് റിപ്പോർട്ടർ TV MD ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിനാണ്. റിപ്പോർട്ടർ TVയും ആൻഡോ അഗസ്റ്റിനും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും എപ്പോഴാണ് മെസ്സി എത്തുക എന്നൊരു ചോദ്യം മാധ്യമങ്ങൾ പുറകെ നടന്ന് ചോദിച്ചപ്പോഴാണ് ഇപ്പൊ മന്ത്രി കൈമലർത്തി കാണിക്കുന്നത്. മന്ത്രിക്ക് കൈമലർത്താൻ മാത്രമേ ഇപ്പൊ അറിയുള്ളൂ. നിങ്ങൾ എന്നോട് വലിയ ചോദ്യമൊന്നും ചോദിക്കണ്ട, ഞങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും പറ്റിയിട്ടില്ല, എല്ലാം തന്നെ ഈ സ്പോൺസർമാരാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ യാതൊന്നും പേടിക്കാനില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ ഇതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നറിയാനുള്ള ഒരു അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടല്ലോ. കോഴിക്കോട് ജില്ലയിലെ, മലപ്പുറത്തെ, മലബാറിലെ ആളുകൾ ഈ പറയുന്നത് പോലെ സ്പോർട്സിനെ എത്രത്തോളമാണ് നെഞ്ചിലേറ്റുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഓരോ കളിയിടങ്ങളും അവരുടെ നെഞ്ചിനകത്ത് തീയായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം നെഞ്ചിനകത്ത് തീ എന്ന് പറയുന്നത് സങ്കടം കൊണ്ടുള്ള തീയല്ല, ആവേശം കൊണ്ടുള്ള തീ. അവർ ഓരോ ആളുകളും എത്രത്തോളം കാൽപന്ത് കളിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മലബാറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്ന കാര്യമാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഫുട്ബോൾ ആരാധകരുള്ള സ്ഥലമാണ് നമ്മുടെ മലബാർ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ മണ്ണിലേക്ക് മെസ്സി എത്തുന്നു എന്ന് പറയുന്നത് നമുക്ക് ആവേശമാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എന്തിനാണ് മെസ്സി വരുമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചത്? ജോഷി നമ്മളെ ചതിച്ചാശാനെ, ജോഷി ചതിച്ചു. ഇങ്ങനെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒട്ടും പറയേണ്ടതില്ല, മോഹൻലാൽ വരും, വന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം വന്നത് വേറെ പച്ചാളം എന്ന പേരുള്ള ഏതോ ഒരു ആളാണ് വന്നത്. അതുപോലെ മെസ്സി വരും 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 എന്ന് പറഞ്ഞ അവസാനം പറയുന്നത് ഈ കൊട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ ജോഷിക്കാണ് കുറ്റമെങ്കിൽ ഇവിടെ അർജന്റീനൻ ടീമിനാണ് കുറ്റം. അർജന്റീന ഞങ്ങളെ മൊത്തമായി അങ്ങ് ചതിച്ചു. കേരളത്തോട് അർജന്റീനയ്ക്ക് എന്തോ ദേഷ്യമുള്ളത് പോലെ. അതുകൊണ്ട് അർജന്റീന ഈ കാര്യത്തിൽ 130 കോടി രൂപ വാങ്ങി വെച്ചിട്ട് അവർ നമ്മളെ ചതിച്ചിരിക്കുകയാണ് എന്നാണ് ഇതിന്റെ സ്പോൺസർ മുതലാളി പറയുന്നത്. പക്ഷേ ഒരു സംശയമുണ്ടായിരുന്നു. അതായത് ഈ അർജന്റീനൻ ടീം ഈ പറയുന്ന പോലെ പ്രദർശന ഫുട്ബോൾ, അത്തരം ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകും. പക്ഷെ അവിടെ എത്തുക അവരുടെ 1ാം നമ്പർ ടീം അല്ല, പലപ്പോഴും 2ാം നിരയോ 3ാം നിരയോ ഒക്കെയാണ് പോകാറുള്ളത് ഈ ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ 1ാം നമ്പർ ടീം തന്നെ വരും എന്ന് ഏതെങ്കിലും കരാറിൽ ഈ പറയുന്നത് പോലെ അർജന്റീനൻ ടീം ഇവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇനി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നോ? ഇനി അർജന്റീനൻ ടീമിന്റെ 1ാം നിര ടീം തന്നെയാണ്, അല്ലെങ്കിൽ 1ാം നിര താരങ്ങൾ തന്നെയാണ് കേരളത്തിലേക്ക് വരുന്നത് എന്ന് കരുതിക്കോളൂ. അങ്ങനെ കരുതുമ്പോഴും അതിൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന താരം ഉണ്ടാകുമെന്ന് ഏതെങ്കിലും കരാറിൽ ഈ പറയുന്ന അർജന്റീന പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉത്തരവില്ല. അതായത് ആ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിക്കുകയാണ്. അത്തരത്തിലൊരു ഡോക്യുമെന്റ് ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് പുറത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും വിശ്വസിക്കാമല്ലോ. കാരണം ലയണൽ മെസ്സി വരുമെന്ന് അർജന്റീന കൃത്യമായി പറഞ്ഞിരുന്നു. അവരിപ്പോ 130 കോടി രൂപ കൊടുത്തിട്ട് അത് അതിൽ നിന്ന് കരാറിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. ആ കരാർ ലംഘിച്ചത് കൊണ്ട് ഞങ്ങൾ നിയമ നടപടിക്ക് പോകുന്നു. ഇത് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. പക്ഷെ അതൊന്നും അല്ല പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ആ രേഖ, കൈരേഖ എന്ന രീതിയിലാണ്. കാരണം കൃത്യമായ ഡോക്യുമെന്റ് പൊതുജനത്തിന് മുമ്പിലേക്ക് വെക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പൊതുജനത്തിന്റെ നികുതി പണം എടുത്ത് ഈ കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സ്പോൺസർമാർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, അത് അവരുടെ കാര്യമാണ്. ഈ സ്പോൺസർമാർ എങ്ങനെയാണ് ഇതിൽ പണം ഇടുന്നത്, ആരാണ് ഈ പണം നൽകുന്നത്, ഇതിന്റെ സോഴ്സ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ, അല്ലെങ്കിൽ അതിൽ കാര്യമായ അന്വേഷണമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
അപ്പോ ഏറ്റവും എളുപ്പമാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പണപ്പിരിവ് നടത്തി ഇത് ഉപയോഗിക്കാനുള്ള ഒരു സുവർണാവസരമാണ് മെസ്സിയുടെ വരവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അതെന്തോ ആവട്ടെ, അത് അന്വേഷണം നടത്താനൊക്കെ ഇവിടെ ഇൻകം ടാക്സും ഇഡിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അബ്ദുറഹ്മാനും അതുപോലെ തന്നെ സ്പോർട്സ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് സ്പെയിനിലേക്ക് ഒരു യാത്ര പോയി. സ്പെയിനിലേക്ക് എന്തിനാ പോയെന്നറിയാമോ? ഈ പറയുന്നത് പോലെ മെസ്സിയെ നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അർജന്റീനൻ ടീമിന്റെ ഒരു വലിയ ഓഫീസ് ഉണ്ട് അത്രേ, എവിടെ? ഈ പറയുന്ന സ്പെയിനിൽ. ആ സ്പെയിനിൽ പോയിട്ട് ഇവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ നിന്ന് പോയതിന്റെ ചെലവ് എത്രയാണെന്നറിയോ? 13 ലക്ഷം രൂപ. ഫ്ലൈറ്റ് ചാർജുകളും മറ്റു ചാർജുകളും വേറെ. ഇവരൊരു സംഘം ആളുകൾ അങ്ങ് സ്പെയിനിൽ പോയി അവിടെ അർജന്റീനൻ ടീമിനെ കണ്ട് മെസ്സിയെ ക്ഷണിക്കാൻ പോയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അന്നേ ദിവസം, അതായത് അബ്ദുറഹ്മാനും സംഘവും ഈ പറയുന്ന അർജന്റീന ടീമിനെ ക്ഷണിക്കാൻ വേണ്ടി പോയ സമയത്ത് അവർ ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള സ്ഥലത്ത് ഒരു മത്സരം ഉണ്ടായിരുന്നു, ഒരു പ്രദർശന മത്സരം ഉണ്ടായിരുന്നു. ആ പ്രദർശന മത്സരത്തിലായിരുന്നു എന്നുള്ളതാണ് അവരുടെ ടീമിൽ നിന്ന്, അതായത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ആ ടീമിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ഡാറ്റ സഹിതം, ഡോക്യുമെന്റ് സഹിതമാണ് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഏതൊരാൾക്കും ആ ഡേറ്റ് വെച്ച് അർജന്റീനയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അന്ന് എവിടെയാണ് മത്സരം ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ അബ്ദുറഹ്മാനും സംഘവും ആരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെയിനിലേക്ക് പോയത്? സ്പെയിനിൽ പോയി 13 ലക്ഷം രൂപ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നെടുത്ത് അത് പൊടിച്ച് എന്നിട്ട് ഇവിടെ വന്നിട്ട് മെസ്സിയുമില്ല, അല്ലെങ്കിൽ ഈ കിലുക്ക സിനിമയിൽ രേവതി പറയുന്നത് പോലെ ജ്യോതിയും വന്നില്ല, ഒരു തീയും വന്നില്ല. ഈ അവസ്ഥയിലാണ് ഇപ്പോ അബ്ദുറഹ്മാൻ നിൽക്കുന്നത്. എന്നിട്ട് ചോദ്യം ചോദിക്കാൻ പോകുന്ന മാധ്യമ പ്രവർത്തകരെ വിരട്ടുകയാണ്. നിങ്ങൾ അങ്ങനെയൊന്നും ചോദ്യമൊന്നും ചോദിക്കണ്ട, ഞങ്ങൾക്കറിയാം എന്ത് മറുപടി പറയണമെന്ന്. ഞങ്ങൾ അങ്ങനെ ഒരു 5 പൈസയും എടുത്തിട്ടില്ല. പിന്നെ ഈ 13 ലക്ഷം രൂപ എവിടെ നിന്നാ എടുത്തത്? ആ ചോദ്യത്തിന് ഇദ്ദേഹത്തിന് മറുപടിയില്ല. 13 ലക്ഷം രൂപ കൊണ്ടുപോയി പൊട്ടിച്ച് ഇല്ലാത്ത മെസ്സിയുടെ പേരിലാണെന്ന് ആലോചിക്കണം. ഇല്ലാത്ത മെസ്സിയുടെ പേരിൽ 13 ലക്ഷം രൂപ സിമ്പിൾ ആയിട്ട് അങ്ങ് പൊട്ടിച്ചു. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ സൈബർ ടീമുകളും രംഗത്തുണ്ട്. പക്ഷേ ചിലർക്കൊന്നും മെസ്സിയുടെ കാര്യത്തിൽ മിണ്ടുന്നില്ല. 13 ലക്ഷത്തിന്റെ കാര്യത്തിൽ ഇനി എന്ത് ക്യാപ്സ്യൂളാണ് ഇവർ ഇറക്കാൻ പോകുന്നത് എന്ന കാര്യം ആലോചിച്ച് തീരുമാനമെടുത്ത് ആ ക്യാപ്സ്യൂളൊക്കെ ഉണ്ടാക്കി അതിന്റെ ഡോസേജ് ഒക്കെ തീരുമാനിച്ച് ഉടനെ തന്നെ ഇറങ്ങും. എന്തായാലും ആലോചനകൾ സമൃദ്ധമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇല്ലാത്ത മെസ്സിയുടെ കാര്യത്തിൽ 13 ലക്ഷം രൂപ പൊട്ടിച്ചത് പൊതുജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയും. മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവർ അന്ന് പോയത് എന്തിനാണ്, അത് സ്പെയിനിലേക്ക് പോയത് എന്തിനാണ്, സ്പെയിനിൽ എന്താണ് കാര്യം, അന്ന് ആ ടീം അവിടെ ഉണ്ടായിരുന്നോ, ഇനി അതുമല്ലെങ്കിൽ ആ ടീമിന്റെ ഏത് മാനേജറോടാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയതിന്റെ എന്തെങ്കിലും ഫോട്ടോസോ ഡോക്യുമെന്റോ കാര്യങ്ങളോ ഉണ്ടോ, ഇനി ഇവർ ക്ഷണിച്ചതിന്റെ രേഖയോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോ, ഇവർ ഒഫീഷ്യലായിട്ട് അവിടെ സന്ദർശിച്ചതിന്റെ രേഖയുണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ കൃത്യമായി സ്പെയിനിലേക്ക് തന്നെ പോയത്, ഇനി ഒരു ടൂർ നടത്തി പുട്ടടിച്ചതാണോ ഈ 13 ലക്ഷം മെസ്സിയുടെ പേരിൽ? ഇതൊക്കെയാണ് ന്യായമായും ഉയരുന്ന സംശയങ്ങൾ. എന്തായാലും ഈ പറയുന്നത് പോലെ കോഴിക്കോട്ടെ ഈ രാമനാട്ടുകര ആ ബൈപ്പാസിന്റെ അടുത്ത് വലിയ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് 1 കോടി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫാൻ മീറ്റ് നടത്തി റിപ്പോർട്ടറിന്റെ വലിയ ബസ്സിന്റെ ഓപ്പൺ ആയിട്ടുള്ള ബസ്സിന് മുകളിൽ കൂടി മെസ്സി കൈവീശി പോകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാര്യം മെസ്സി കേരളത്തിൽ എത്തിയാൽ തന്നെ ഇത്രയും വലിയ ആളുകളുടെ നടുക്കൂടെയൊന്നും അദ്ദേഹത്തെ കൊണ്ടുപോകാൻ കഴിയില്ല. അത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. കാരണം അദ്ദേഹം ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ മതി, അദ്ദേഹത്തിന് സുരക്ഷാ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ഇതിന് മറുപടി പറയേണ്ടി വരും. ഇതൊന്നും പരിഗണിക്കാതെ കുറെ ആളുകൾ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നുള്ളത് അപ്പുറത്തേക്ക് ഇതിന് പ്രത്യേകിച്ച് കാര്യമുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇന്ത്യയിൽ വന്ന് കളിച്ചാൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് കളിച്ചാൽ അത് അർജന്റീനൻ ടീമിന് തന്നെയാണ് നല്ലത്, ഇല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് മോശം എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തോ അർജന്റീനൻ ടീം ഈ പറയുന്നത് പോലെ കളിക്കാൻ ആരും കളിക്കി വിളിക്കാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നിൽക്കുന്ന ഏതോ ടീമിനെ പോലെയൊക്കെയാണ് അന്ന് ഈ പറയുന്ന സ്പോൺസർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നമുക്ക് തോന്നിയത്. എന്തായാലും മെസ്സിയെ വിരട്ടാനും അർജന്റീനയെ വിരട്ടാനും ഒക്കെ ഇവർക്ക് സാധിക്കും എന്നുള്ളത് ഒരു സ്വാഭാവികമായ സംഭവം. അതിനപ്പുറത്തെ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എന്തായാലും 13 ലക്ഷം രൂപ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തു പോയി പുട്ടടിച്ചതിനെ പറ്റി നിരന്തരമായ ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ സിസ്റ്റവും ഭരണകൂടവും തന്നെയാണ്.